Hi everyone. First question: which of the following statement is correct regarding energy shell of an atom? ഒന്നാമത്തെ option: valence shell of carbon has 4 electron. Option number 2: valence shell of copper has 1 electron. Valence shell of aluminum has 3 electron. ഈ വാലൻസ് ഷെൽ എന്ന് പറഞ്ഞാൽ ഔട്ടർമോസ്റ്റ് ഷെല്ലാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം കാർബൺ എന്ന് പറഞ്ഞ ഒരു സെമി കണ്ടക്ടറാണ്. അതിൻ്റെ വാലൻസ് ഷെല്ലിൽ 4 ഇലക്ട്രോണാണ് ഉള്ളത് എന്നുള്ള കാര്യം. രണ്ടാമത്തെ ഓപ്ഷൻ കോപ്പർ. കോപ്പറിൻ്റെ ആറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ 29 ആണ്. അപ്പോൾ 2n² എന്ന് പറഞ്ഞ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഒന്നാമത്തെ ഷെല്ലിൽ 2, രണ്ടാമത്തെ ഷെല്ലിൽ 8, മൂന്നാമത്തത് 18, ബാക്കി 1. അപ്പോൾ വാലൻസ് ഇലക്ട്രോൺ കോപ്പറിൻ്റെത് 1. അടുത്തത് അലൂമിനിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ 13 ആണ്. അപ്പോൾ 2, 8, 3. അപ്പോൾ ലാസ്റ്റ് ഷെല്ലിൽ 3. അപ്പോൾ 1, 2, 3 കറക്റ്റ് ആണ്. അതുകൊണ്ട് ഓപ്ഷൻ ഡി. അടുത്തത് വോൾട്ടേജ് വി ക്യാൻ ബി ഡിറൈവ്ഡ് ഫ്രം ഫോളോയിങ് ഇക്വേഷൻ. അപ്പോൾ വോൾട്ടേജിൻ്റെ കോമൺ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ വി ഈക്വൽ ടു ഐ ആർ, ഇത് ഓംസ് ലോ എന്ന് ഡിറൈവ് ചെയ്യുന്ന ഇക്വേഷനാണ്. രണ്ടാമത്തത് ഇ ഈക്വൽ ടു വി പ്ലസ് ഐ ആർ എന്ന് എഴുതാൻ പറ്റും. അതായത് കെ വി എൽ ഒരു ക്ലോസ് ലൂപ്പിൽ ഇ എന്ന് പറഞ്ഞാൽ നമുക്ക് വി പ്ലസ് ഐ ആർ എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇതിൽ നിന്ന് വി എന്ന് പറഞ്ഞാൽ ഇ മൈനസ് ഐ എ ആർ എന്ന് എഴുതാൻ പറ്റും. മൂന്നാമത്തെ ഒരു ഇക്വേഷൻ പി ഈക്വൽ ടു വി ഐ കോസ് ഫൈ. അപ്പോൾ അതിൽ നിന്ന് വി എന്ന് പറഞ്ഞാൽ പവർ ഡിവൈഡ് ബൈ കറണ്ട് ഇൻറ്റു പവർ ഫാക്ടർ. അതായത് 1ഉം 2ഉം 3ഉം ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ സി. മാച്ച് ദ ഫോളോയിങ് ആസ് പെർ ദ എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഒന്നാമത്തത് കെമിക്കൽ എഫക്റ്റ്. നമുക്ക് എല്ലാവർക്കും അറിയാം ബാറ്ററി വർക്ക് ചെയ്യുന്നത്, ബാറ്ററി വർക്ക് ചെയ്യുന്നത് കെമിക്കൽ എഫക്റ്റിൻ്റെ ബേസിസിലാണ് എന്നറിയാം. രണ്ടാമത്തത് നിയോൺ ലാമ്പ് എന്ന് പറഞ്ഞൊരു ഡിസ്ചാർജ് ലാമ്പാണ്. അപ്പോൾ അവിടെ ഗ്യാസ് അയണൈസേഷൻ എഫക്റ്റിൽ വർക്ക് ചെയ്യുന്ന ലാമ്പാണ് നിയോൺ ലാമ്പ്, ഫ്ലൂറൻസൻ ലാമ്പ്, അതൊക്കെ. മൂന്നാമത്തെ ടങ്സ്റ്റൺ ഫിലമെന്റ് ലാമ്പ്, അതായത് ഹീറ്റിംഗ് എഫക്റ്റ് കാരണമാണ് ടങ്സ്റ്റൻ്റെ മെൽറ്റിംഗ് പോയിന്റ് എക്സീഡ് ചെയ്താലാണ് അവിടെ ബ്രൈറ്റ്നസ് ഉണ്ടാവുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ആൻസർ. Which of the following statement is correct regarding risk of the fire during cable connection and termination? ഒന്നാമത്തെ ഇൻസുലേഷൻ ഈസ് കട്ട് ബാക്ക് ടു ഫർ, അതൊരു റീസൺ ആവാം. ദ കപ്പാസിറ്റി ഓഫ് ദ പ്ലഗ് ഈസ് ഇൻഎഡ്യൂക്കേറ്റ്, പ്ലഗിൻ്റെ കപ്പാസിറ്റി ഇൻഎഡ്യൂക്കേറ്റ് ആവുമ്പോൾ ഒബ്വിയസ്ലി അതൊരു റീസൺ ആവും. കണക്ഷൻസ് ആ ടു ടൈറ്റ് കൊണ്ട് അവിടെ ഒരു ഫയർ റിസ്ക് ഒന്നും വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമുക്ക് ഓപ്ഷൻ 1 and 2 ആണ് ഇതിൻ്റെ ആൻസർ, അതായത് ഡി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. Which of the following statement is correct regarding voltage grading of cable? വോൾട്ടേജ് ഗ്രേഡിംഗ് എന്ന് പറഞ്ഞാൽ കേബിളിൽ നമുക്ക് ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് അനുസരിച്ച് ഇത് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓരോ ലോ വോൾട്ടേജിന് ഒരു വോൾട്ടേജ് ബാൻഡ് ആയിരിക്കും, മീഡിയം വോൾട്ടേജിന് വേറൊരു വോൾട്ടേജ് ബാൻഡ് ആയിരിക്കും, ഹൈ വോൾട്ടേജിന് വേറെ ആയിരിക്കും, എക്സ്ട്രാ ഹൈ വോൾട്ടേജിന് വേറെ ആയിരിക്കും, അൾട്രാ ഹൈ വോൾട്ടേജിന് വേറെ ആയിരിക്കും. അപ്പോൾ ലോ വോൾട്ടേജ് നമുക്ക് എല്ലാവർക്കും ഒരു 0 to 250 വോൾട്ടാണ്, അത് ശരിയാണ്. മീഡിയം വോൾട്ടേജിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ആസ് പെർ ആൻസി സ്റ്റാൻഡേർഡ് 3.3 ടു അറൌണ്ട് 16 kV വരെയാണ് മീഡിയം വോൾട്ടേജ്. അതായത് ഓപ്ഷൻ 2 തെറ്റാണ്. ഓപ്ഷൻ 3 എന്ന് പറഞ്ഞാൽ ഹൈ വോൾട്ടേജിൻ്റെ റേഞ്ച് 1.5 kV അല്ല, അതും തെറ്റാണ്. അതുകൊണ്ട് ഒന്നാമത്തെ ഓപ്ഷൻ മാത്രമാണ് ശരി, അതായത് ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. Identify the correct statement about soldering. Soldering always involve the use of pressure during the process. നിർബന്ധമില്ല. കാരണം നമുക്ക് യൂഷ്വലി ഒരു സോൾഡറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല, നമുക്ക് രണ്ട് മെറ്റീരിയൽ തമ്മിൽ ജോയിൻ ചെയ്യേണ്ടിയിട്ടാണ് സോൾഡറിങ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെറിയ ആപ്ലിക്കേഷനൊക്കെ സോൾഡറിങ് അയൺസ് യൂസ് ചെയ്യും. കുറച്ചുകൂടി ഇൻഡസ്ട്രിയൽ ലെവൽ ആപ്ലിക്കേഷന് അവിടെ നമ്മൾ സോൾഡറിങ് സ്റ്റേഷൻസ് ഉപയോഗിക്കും. അപ്പോൾ ആ കേസിൽ ഈവൻ ഒരു റീഫ്ലോ പ്രൊഫൈൽ നമ്മുടെ ഡാറ്റ ഷീറ്റിൽ കൊടുക്കും. അവിടെയും ടെമ്പറേച്ചറിനനുസരിച്ചാണ് നമ്മൾ സോൾഡറിങ് ചെയ്യുന്നത്. അതായത് ഒരു തെർമൽ റീഫ്ലോ പ്രോസസ്സാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അവിടെ പ്രഷറുമായിട്ട് ഒരു ബന്ധവും സോൾഡറിങ്ങിനില്ല. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ലെഡ് ഫ്രീ സോൾഡർ ഇസ് ടിപ്പിക്കലി ലോവർ ദാൻ ദാറ്റ് ഓഫ് ലെഡ് ബേസ്ഡ് സോൾഡർ. കറക്റ്റ് ആണത്. അടുത്തത് ഫ്ലക്സ് ഈസ് യൂസ് ടു ക്ലീൻ ദ സർഫേസ് ആൻഡ് പ്രിവെൻറ്റ് ഓക്സിഡേഷൻ ഡ്യൂറിങ് സോൾഡറിങ്. ശരിയാണ്, നമ്മൾ ഫ്ലക്സ് യൂസ് ചെയ്യുന്നത് ഇത് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് തന്നെയാണ്, പിന്നെ ഓക്സിഡേഷൻ പ്രിവെൻറ്റ് ചെയ്യാനുമാണ്. ഇൻ സോൾഡറിങ് കമ്പോണൻസ് ആർ ബോണ്ടഡ് യൂസിങ് എ ഫില്ലർ മെറ്റീരിയൽ, ദാറ്റ് ഈസ് ഓൾസോ കറക്റ്റ്. അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിങ് കെ വി എൽ. ഇതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത്. കെ വി എൽ എന്താന്ന് പറഞ്ഞാൽ ഇ ഈക്വൽ ടു വി പ്ലസ് ഐ ആർ അറ്റ് എ ക്ലോസ് ലൂപ്പ്, അതാണ് കെ വി എൽ എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ നമുക്ക് തന്ന ഓപ്ഷൻസിൽ KVL state that sum of all voltage drop plus around a closed loop equal to 0.
അപ്പോൾ അതാണ് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. കെ വി എൽ സ്റ്റേറ്റ് ദാറ്റ് സം ഓഫ് കറണ്ട് എൻറ്ററിംഗ് ദ ജംഗ്ഷൻ ഈസ് സീറോ. അങ്ങനത്തെ ഒരു ലോയേ ഇല്ല. കെ വി എൽ അപ്ലൈസ് ടു ഓൺലി ഡി സി സർക്യൂട്ട് ആൻഡ് നോട്ട് അത് തെറ്റാണ്. കെ വി എൽ നമുക്ക് എ സിയിലും ഡി സിയിലും യൂസ് ചെയ്യാൻ പറ്റും. കെ വി എൽ സ്റ്റേറ്റ്സ് ദാറ്റ് ദ സം ഓഫ് വോൾട്ടേജ് ഡ്രോപ്പ് അറൗണ്ട് എ ക്ലോസ് ലൂപ്പ് ഈക്വൽ ടു സീറോ. കെ വി എൽ ഈസ് വാലിഡ് ഓൺലി ഫോർ സർക്യൂട്ട് കണ്ടെയ്ൻ റെസിസ്റ്റൻസ്. അങ്ങനെയൊന്നുമില്ല. അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റേ ഇല്ല. അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്.